ഹൈഡ്രജൻ. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മളുടെ ഫുൾ തിയറി പാർട്ടാണ്. അപ്പോൾ അതിലെങ്ങനെ ഡൈഹൈഡ്രജൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ലബോറട്ടറി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് വിത്ത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലെങ്കിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവും, നോ പ്രോബ്ലം. അപ്പോൾ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ്. രണ്ടാമത് പറയുന്നത് സിങ്ക് റിയാക്ട്സ് വിത്ത് അക്വസ് ആൽക്കലി. അപ്പോൾ അവിടെ എഴുതിയ സിങ്ക് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് സോഡിയം സിങ്കേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഇതാണ് ശരിക്കും ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ ഏതിൽ? ലബോറട്ടറിയിൽ. ഓക്കെ, പക്ഷേങ്കിൽ കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഹൈഡ്രജൻ പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡൈഹൈഡ്രജൻ ഈസ് പ്രിപ്പയർഡ് കമേഴ്ഷ്യലി ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ വിത്ത് using platinum electrodes. Second one, it is obtained as the byproduct in the manufacture of sodium hydroxide and chlorine by the electrolysis of നമ്മുടെ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. അപ്പം ബ്രൈൻ സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റാണ് ഹൈഡ്രജൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ തേർഡ് വൺ പറയുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. തേർഡ് വൺ, പിന്നെ ഡൈഹൈഡ്രജൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സ്റ്റീം ഓൺ ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബണും സ്റ്റീമും തമ്മിൽ റിയാക്ട് ചെയ്യുക. ടെമ്പറേച്ചർ പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, അവിടെ നിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പം ഹൈഡ്രോകാർബണും സ്റ്റീമും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കിട്ടും? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും കിട്ടും. അപ്പോൾ അതിൽ ഈ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ദിസ് ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. അപ്പം കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ്റെയും ആ മിക്സറിനെ നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. ഇനി ഈ വാട്ടർ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന വേറെ സംഭവമുണ്ട്. വാട്ടർ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് കോക്കിന് മുകളിലൂടെ എന്ത് പാസ് ചെയ്യുക? സ്റ്റീം പാസ് ചെയ്യുക. ടെമ്പറേച്ചർ ഈസ് അബൌട്ട് 1270 കെൽവിൻ. അപ്പോൾ നമുക്കൊരു മിക്സർ കിട്ടും. ആ മിക്സർ നമ്മൾ പറയുന്ന പേരാണ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ്റെ മിക്സർ കിട്ടും. ദിസ് മിക്സർ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. സോ വാട്ടർ ഗ്യാസ് അവിടെ കോക്കിൽ നിന്ന് അല്ലെങ്കിൽ കോളിൽ നിന്ന് ഫോം ചെയ്യുന്നതുകൊണ്ട് ദിസ് പ്രോസസ് ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയും. കോൾ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഡൈഹൈഡ്രജൻ കിട്ടണമെങ്കിൽ ആ വാട്ടർ ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ പറയുന്നത്, പിന്നെ ദി പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഹീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിങ്ക് ഗ്യാസ് മിക്സർ വിത്ത് സ്റ്റീം ഇൻ ദി പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റസ് കാറ്റലിസ്റ്റ്. അതുകൊണ്ട് ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേര് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇത്ര മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ലബോറട്ടറി പ്രിപ്പറേഷനാണ്, റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ വിത്ത് ആസിഡ് ആൻഡ് ആൽക്കലി. സെക്കൻഡ് വൺ കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ പറയുമ്പോൾ ഇലക്ട്രോളിസിസ്. അതിൽ ഇലക്ട്രോളിസിസ് ഓഫ് ഒന്നാമത്തത് നമ്മളുടെ അസിഡിഫൈഡ് വാട്ടർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പറയുന്നത് എസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് മാനുഫാക്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ക്ലോറിൻ ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. പിന്നെ തേർഡ് മെത്തേഡ് പറയുന്നത് സ്റ്റീം ഓവർ നമ്മളുടെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് അത് ഓർത്ത് നോക്കുക. മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. ഓക്കെ, വാട്ടർ ഗ്യാസിൻ്റെ വേറെ പേരാണ് സിൻ ഗ്യാസ്, വേറെ പേരാണ് സിന്തസിസ് ഗ്യാസ്. ഓക്കെ, അതിന് ശേഷം പറയുന്നത് പിന്നെ സിൻ ഗ്യാസ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീവേജ് ഓഫ് സീവേജ് അല്ല ഡസ്റ്റ് അതെല്ലാം പറയാം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നമ്മളുടെ സിൻ ഗ്യാസ് ഓർ വാട്ടർ ഗ്യാസ് ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. അതെങ്ങനെ കിട്ടും നോക്ക്. സ്റ്റീം ഈസ് പാസ്ഡ് ഓവർ, അങ്ങനെ പറയാം. റെഡ് ഹോട്ട് കോക്ക്, ടെമ്പറേച്ചർ ഈസ് അബൌട്ട് 1270 കെൽവിൻ. അതിനുശേഷം ആ വാട്ടർ ഗ്യാസിനെ എന്താക്കി മാറ്റാം? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജനാക്കി മാറ്റാം. അതുകൊണ്ടാണ് നമ്മളതിനെന്ത് പറയുന്നത്? വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശരിക്കും നമ്മളുടെ ഏതിൻ്റെ പ്രിപ്പറേഷൻ പറയാൻ പറ്റും? ഹൈഡ്രജൻ്റെ കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. ഒരു ഫോക്കസ് ഏരിയയിലുള്ള ഒരു സെക്ഷനാണ് ഇത്, പ്രിപ്പറേഷൻ ഓഫ് നമ്മളുടെ ഹൈഡ്രജൻ എന്ന സെക്ഷൻ. ഓക്കെ, അപ്പം ഇത്ര പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. അതിൽ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട വാട്ട് ഈസ് വാട്ടർ ഗ്യാസ്, ദെൻ ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. എന്താ വാട്ടർ ഗ്യാസ്? വാട്ടർ ഗ്യാസ് ഈസ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ്റെ മിക്സറാണ് വാട്ടർ ഗ്യാസ്. ഓക്കെ, പിന്നെ അത്
പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് പറയുന്നത് സ്റ്റീം ഈസ് പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് കോക്ക് അറ്റ് അബൌട്ട് എത്ര 1270 Kelvin. ഓക്കെ, ക്ലിയർ. ഇനി ഇവിടെ പറയുന്നത് അടുത്തത് ഹൈഡ്രൈഡ്സ് ആണ്. അപ്പോൾ ഹൈഡ്രൈഡ്സ് ആർ ദി കോമ്പൗണ്ട്സ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻറ്റ്സ് ആർ കോൾഡ്, അതായത് ദ ബൈനറി കോമ്പൗണ്ട്സ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻറ്റ്സ് ആർ കോൾഡ് ഹൈഡ്രൈഡ്സ്. അല്ലെങ്കിൽ പറയാം ഹൈഡ്രൈഡ്സ് ആർ ദി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ഹൈഡ്രജൻ. ഹിയർ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -1. ദെൻ ഹൈഡ്രൈഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഓർത്ത് നോക്കണം. ഒന്ന്, ഫസ്റ്റ് വൺ അയോണിക് ഹൈഡ്രൈഡ്, സെക്കൻഡ് വൺ കോവാലൻ്റ് ഹൈഡ്രൈഡ്, തേർഡ് വൺ മെറ്റാലിക് ഹൈഡ്രൈഡ്. അപ്പോൾ അയോണിക് ഹൈഡ്രൈഡ്, കോവാലൻ്റ് ഹൈഡ്രൈഡ്, മെറ്റാലിക് ഹൈഡ്രൈഡ്. അതിൽ ഫസ്റ്റ് വൺ അയോണിക് ഹൈഡ്രൈഡ്സ്. അയോണിക് ഹൈഡ്രൈഡ്സിന് നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സലൈൻ ഹൈഡ്രൈഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വേറെ പേര് സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കേണ്ടത് ദീസ് ആർ ദി സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ഹൈഡ്രജൻ വിത്ത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ പറയാം. പിന്നെ അയോണിക് ഹൈഡ്രൈഡ്സ് ആർ ദി ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എസ് ബ്ലോക്ക്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത ദേ ആർ ക്രിസ്റ്റലൈൻ, നോൺ വോളറ്റൈൽ സോളിഡ് ആണ്. ക്രിസ്റ്റലൈൻ ആണ്, പിന്നെ നോൺ വോളറ്റൈൽ സോളിഡ് ആണ്. പിന്നെ ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ എൻ അക്വ സൊല്യൂഷൻ. അതായത് നോൺ കണ്ടക്ടറാണ് എപ്പോഴും സോളിഡ് സ്റ്റേറ്റിൽ, ബട്ട് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വ സൊല്യൂഷൻ ഓർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, ഇനി എക്സാമ്പിളായിട്ട് പറയേണ്ടത് നമുക്ക് ശരിക്കും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. LiH, BH2, പിന്നെ MgH2 പറയാം. അതെല്ലാം കോവാലൻ്റ് നേച്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നത് NaH, സോഡിയം ഹൈഡ്രൈഡ്, പിന്നെ അതേപോലെ പൊട്ടാസ്യം ഹൈഡ്രൈഡ്, പിന്നെ കാൽസ്യം ഹൈഡ്രൈഡ്, ബേരിയം ഹൈഡ്രൈഡ്, എക്സെട്ര. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, അയോണിക് ഹൈഡ്രൈഡ്സ് വന്നാൽ ദിസ് ആർ ദി ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എസ് ബ്ലോക്ക്. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് കോവാലൻ്റ് ഹൈഡ്രൈഡ്സ്, or it is also known as molecular hydrides എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, ദിസ് ആർ ദി ഹൈഡ്രൈഡ്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. എല്ലാം പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഹൈഡ്രൈഡ്സ് ആണ്. അപ്പോൾ മോളിക്കുലർ ഹൈഡ്രൈഡ്സിനെ നമ്മൾ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. മോളിക്കുലർ ഹൈഡ്രൈഡ്സ് ആർ ദി ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ പി ബ്ലോക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ്, സെക്കൻഡ് വൺ ഇലക്ട്രോൺ പ്രിസൈസ്, തേർഡ് വൺ ഇലക്ട്രോൺ റിച്ച്. അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാച്ചാൽ പെട്ടെന്ന് വരച്ചാൽ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ ഇത് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അപ്പം ഇറ്റ് ആക്ട് ആസ് ലൂയിസ് ആസിഡ് എന്ന് പറയും 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിന്. ഓക്കെ, ദെൻ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ്സ് ആണ് ശരിക്കും നമ്മളുടെ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ് പറയുന്നത്. ക്ലിയർ? 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ്സിന് ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറയും, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇനി 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് അത് ശരിക്കും ഒന്ന് ഓർത്ത് നോക്കുക, 15 to 17 അതുവരെ ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ന് പറയും. ഇലക്ട്രോൺ റിച്ച്, ആ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിലെ ലൂയിസ് ബേസ് ആണ്. അപ്പോൾ മോളിക്കുലർ ഹൈഡ്രൈഡ്സ് ആർ ഓർ കോവാലൻ്റ് ഹൈഡ്രൈഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്, ദാറ്റ് ഈസ് ഫോംഡ് ബൈ 13th ഗ്രൂപ്പ് എലമെൻറ്റ്. then electron precise hydride formed by 14th group element, then electron deficient hydride. These are the hydrides formed by which one? നമ്മളുടെ 15 to 17. ഓക്കെ, അപ്പോൾ അതിൽ 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഏത് ഹൈഡ്രൈഡ്? നമ്മളുടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ്. 13th ഗ്രൂപ്പിലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ് ആക്ട് ആസ് ലൂയിസ് ആസിഡ്. ദെൻ 15th ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ 15, 16, 17th ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ആക്ട് ആസ് ലൂയിസ് ബേസ്. ഓക്കെ, ഇതാണ് കോവാലൻ്റ് ഓർ മോളിക്കുലർ ഹൈഡ്രൈഡ്സിലെ. ദ ലാസ്റ്റ് വൺ മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. These are the hydrides formed by the elements present in D and F block elements. Okay, അതിൽ ഈ മെറ്റൽസ് ഓഫ് ഗ്രൂപ്പ് 7, 8, 9 ഡു നോട്ട് ഫോം ദിസ് ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡ്. ആ D and F ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡാണ് ഏത്? നമ്മൾ മെറ്റാലിക് ഹൈഡ്രൈഡ്. അതിൽ പ്രത്യേകത ഗ്രൂപ്പ് ഏത്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 7, 8, 9 ഡസ് നോട്ട് ഫോം ഏത്? ഹൈഡ്രൈഡ്സ്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നൊരു പേരുണ്ട്, ദിസ് ഈസ് കോൾഡ് ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ, ദെൻ ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു. അതിന് അടുത്ത കേസിൽ പറയുന്നത് ദീസ് ഹൈഡ്രൈഡ്സ് ആർ ദി ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് ആൻഡ് ഡു നോട്ട് ഡ്യൂ ടു ദി പ്രോപ്പർട്ടി ഓഫ് അഡ്സോർപ്ഷൻ ഹൈഡ്രജൻ ഇൻ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ഓക്കെ, ദേ ആർ വൈഡ്ലി യൂസ്ഡ് ആസ് എ ഹൈഡ്രോജനേഷൻ കാറ്റലിസിസ്. ഓക്കെ, അപ്പോൾ മെറ്റാലിക് ഹൈഡ്രൈഡ്സിന് ഉണ്ടാക്കുന്നത് D and F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്.
ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു. അതിൽ എലമെൻറ്റ്സ് ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ 7, 8, 9 ഡസ് നോട്ട് ഫോം ഹൈഡ്രൈഡ്. സോ ദിസ് ഈസ് കോൾഡ്, അതാണ് നമ്മളുടെ ഹൈഡ്രൈഡ് ഗ്യാപ്പ്. ഓക്കെ, അടുത്ത നിങ്ങളിൽ ഫോക്കസ് ഏരിയയിൽ പഠിക്കുന്ന ഒരു സെക്ഷനാണ് വാട്ടറിനെ കുറിച്ചിട്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 2 ടൈപ്പുള്ള വാട്ടർ പറയുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് വാട്ടർ, മറ്റൊന്ന് ഹാർഡ് വാട്ടർ. അപ്പോൾ അതിൽ ആദ്യം അറിയേണ്ടത് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞുതരാം. വാട്ട് ഈസ് എ ഹാർഡിനെസ് ഓഫ് വാട്ടർ, വാട്ട് ഈസ് എ കോസ് ഓഫ് ഹാർഡിനെസ് ഓഫ് വാട്ടർ. അപ്പോൾ നമ്മൾ പറയും ഹാർഡിനെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്, സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഓക്കെ, കാൽസ്യം ആൻഡ് മഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റോ അല്ലെങ്കിൽ സൾഫേറ്റ്സോ ആണ് ഏതിന് കാരണം? ഒരു വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം. ഓക്കെ, ദെൻ ദ വാട്ടർ വിച്ച് ഗീവ് ഇമ്മീഡിയറ്റ് ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. ഒരു വാട്ടർ സോപ്പിനോട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ലാദർ, പത, ഫോം എന്ന് പറയും. അത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സോഫ്റ്റ് വാട്ടർ എന്ന് പറയും. ദെൻ ദി വാട്ടർ വിച്ച് ഡസ് നോട്ട് ഗീവ് എനി ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. ലാദർ തരുന്നില്ലെങ്കിൽ നമ്മളതിനെ ഹാർഡ് വാട്ടർ എന്ന് പറയും. അത് തരാത്തതിന് കാരണം ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്, സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ഇത് ഹാർഡിനെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്, സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഇതാണ് ഏതിന് കാരണം? വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം. ഓക്കെ, അപ്പോൾ ഇത് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്, സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. 2 ടൈപ്പുള്ള വാട്ടർ പറഞ്ഞു. ഒന്ന് ഹാർഡ് വാട്ടർ, മറ്റൊന്ന് സോഫ്റ്റ് വാട്ടർ. അപ്പോൾ ദ വാട്ടർ വിച്ച് ഗീവ് ഇമ്മീഡിയറ്റ് ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് എന്ത്? സോഫ്റ്റ് വാട്ടർ. ആൻഡ് ദി വാട്ടർ വിച്ച് ഡസ് നോട്ട് ഗീവ് എനി ലാദർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. വാട്ടറിൻ്റെ സെക്ഷനിൽ ഇത്രേ പഠിക്കാനുള്ളൂ. അതായത് വാട്ടറിനെ കുറിച്ചുള്ള 2 ടൈപ്പിലുള്ള ഹാർഡ്നെസ് പറയുന്നുണ്ട്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, മറ്റൊന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യമാണ്. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണം സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യമാണ്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് വാട്ടർ, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. നെക്സ്റ്റ് ഇതിൽ ഫോക്കസ് ചെയ്തൊരു സെക്ഷനാണ് സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോറേജ് പറയുന്നത് നമ്മളിങ്ങനെ ഓർത്ത് നോക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഓൾവേസ് സ്റ്റോർഡ് ഇൻ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക്. അങ്ങനെയാണ് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഓൾവേസ് സ്റ്റോർഡ് ഇൻ വാക്സ് ലൈൻഡ് ഗ്ലാസ് അല്ലെങ്കിലോ പ്ലാസ്റ്റിക്സ് വെസൽസ് ഇൻ ഡാർക്ക് എന്ന് പറയും. അങ്ങനെ പറയും. ബിക്കോസ് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് നടക്കും? ഡീകമ്പോസിഷൻ നടക്കും. ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ ആൻഡ് ഓക്സിജൻ ഫോം ചെയ്യും. അത് നമ്മൾ എവിടെ വെച്ചാൽ ഇൻ ദി പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് ആവാം, ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് ആൽക്കലി ആവാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 പ്രസൻസിലും ആ റിയാക്ഷൻ നടക്കും. ഏത് റിയാക്ഷൻ നടക്കും? നമ്മളുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ നടക്കും. അതായത് ഞാനിവിടെ എഴുതി കണ്ടില്ലേ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് സ്ലോലി ഓൺ എക്സ്പോഷൻ ടു ലൈറ്റ്. ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. അത് ഡീകമ്പോസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഉണ്ട്. ലൈറ്റിൽ വെച്ചാൽ ഡീകമ്പോസ് ചെയ്യും. പിന്നെ ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് ഓർ സം ട്രേസസ് ഓഫ് ആൽക്കലി, അതിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഗ്ലാസ് ഓർ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക്. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് വേറൊന്നും കൂടി പ്രത്യേകത, ഹൈഡ്രജൻ പെറോക്സൈഡ് എപ്പോഴും നമ്മൾ കെപ്റ്റ് എവേ ഫ്രം ദി ഡസ്റ്റ് എന്ന് പറയും. ഡസ്റ്റിൽ നിന്ന് വളരെ അകലത്തിൽ വെക്കണം എന്ന് പറയും. ബിക്കോസ് ഡസ്റ്റ് ക്യാൻ റെഡ്യൂസ് എക്സ്പ്ലോസീവ് ഡീകമ്പോസിഷൻ ഓഫ് ദി കോമ്പൗണ്ട്. അത് ഡസ്റ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം സ്റ്റോറേജ് പറയുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഓൾവേസ് സ്റ്റോർഡ് ഇൻ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക്. ബിക്കോസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ടു ഗെറ്റ് വാട്ടർ ആൻഡ് ഓക്സിജൻ. അതേപോലെ ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് ആവാം, അല്ലെങ്കിൽ ട്രേസസ് ഓഫ് ആൽക്കലി ആവാം, അതിൻ്റെ പ്രസൻസിലും ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അതേപോലെ വേറൊരു പോയിന്റ്, ദിസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് കെപ്റ്റ് എവേ ഫ്രം ദി എന്താണ് ഡസ്റ്റ്, ബിക്കോസ് ഡസ്റ്റ് ക്യാൻ റെഡ്യൂസ് എക്സ്പ്ലോസീവ് ഡീകമ്പോസിഷൻ ഓഫ് ദി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റോറേജ് പറയുന്നത്. ഓക്കെ.